നമ്മൾ ചിക്കനിൽ പല തരത്തിലുള്ള റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? പുതിയതായിട്ടുള്ള റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചിക്കൻ ചുക്കയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് എണ്ണ വേണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. പെരുംജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 4 മീഡിയം സൈസുള്ള സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും, 2 ഇട്ടാൽ മതിയാവും. അപ്പോൾ അത് സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നതിനൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഞാൻ ഉപ്പിടാതെയാണ് വഴറ്റിയിട്ടുള്ളത് കേട്ടോ, അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് പുളിക്കനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് പുളിയുണ്ട്. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അത് നോക്കിക്കേ, തക്കാളിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കനിൽ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ഉപ്പ് പുരട്ടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം മതിയാവും നമുക്ക് ചിക്കനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് നോക്കിക്കുക, ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അപ്പോൾ അത് നോക്കിക്കുക, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഒഴിച്ച എണ്ണ, അതേപോലെ തന്നെ ചിക്കനിലുള്ള നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ അധികമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതൊക്കെ തന്നെ. അതായത് മല്ലിപ്പൊടി ഞാൻ ഈ ഒരു സ്പൂണിൽ 2.5 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇപ്പം ഞാൻ ചേർക്കുവാണ്. 1/2 മുതൽ 1/4 മുതൽ 1/2 വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 സ്പൂണ് മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തത് ഗരം മസാലയാണ്, ഏകദേശം 1/2 സ്പൂണ് ഗരം മസാല. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന കുരുമുളക് പൊടിയുടെ എരിവായിരിക്കില്ല നിങ്ങളുടെ കയ്യിലുള്ളതിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനി ഇതിനകത്തേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർക്കുവാണ്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്നത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പൊടികളൊക്കെ ഒന്ന് മിക്സായിട്ട് ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുവാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും. ആ പൊടികളുടെയും പച്ചമണക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീരിൻ്റെയൊക്കെ. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിക്കുക. കാരണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് ശ്രദ്ധിക്കണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേർഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഒരുപാട് ചിക്കൻ വെറൈറ്റീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാതെ. ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക.